കുന്നസ് അൽ ജവാരി അൽ കുന്നസ് എന്നവയുടെ അർത്ഥം അപ്രത്യക്ഷമാകുന്നത്, സഞ്ചരിക്കുന്നത്, മടങ്ങി വരുന്നത്, പിൻവാങ്ങി വരുന്നത്. പിന്നിട്ട് വരുന്ന രാത്രി. തനഫസ് എന്ന് പറഞ്ഞാൽ വിടർന്നു വരുന്ന, തുറന്നു വരുന്ന പ്രഭാതം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതൊരു ആദരണീയനായ മാന്യനായ പ്രവാചകന്റെ, ദൂതന്റെ വചനമാണ്. ആ മാന്യനായ ദൂതൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? ജിബ്രീൽ അലൈഹിസ്സലാം ആണ് എന്ന് മനസ്സിലായത് ശേഷം പറയുന്നത് ഈ ഖുവത്ത്, ശക്തനാണ്. ഇൻദദിൽ അർശി മക്കീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ സിംഹാസനമുടയവനായ റബ്ബിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവനാണ്. മുതാഇൻ, അനുസരിക്കപ്പെടുന്നവനാണ്. സമ്മ അമീൻ, അവിടെ വിശ്വസ്തനുമാണ്. അപ്പോൾ ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഈ ലക്ഷണങ്ങൾ പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഈ ലക്ഷണങ്ങൾ കാരണം ഒരാളെ ഒരു സന്ദേശവുമായി അയച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയും. പൊതുവെ മനുഷ്യർക്ക് അല്ലേ, എത്രയൊക്കെ കേവനാണ് എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ നൽകിയാൽ അവരെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിനൊന്നും കഴിയാത്ത വിധം ഉള്ള ഒരാളുടെ കൈവശമാണ് പരിശുദ്ധ ഖുർആൻ നൽകിയത് എന്നതാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. ദീ ഖുവ, ശക്തനാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമാണ് പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലക്കുകളിൽ തന്നെ മലക്കുകളുടെ നേതാവ്, മുഖറബ് എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്നയാളാണ് ജിബ്രീൽ അലൈഹി സ്വലാം. അപ്പോൾ അതിശക്തനാണ്. അതോടൊപ്പം ഇനി വേറെ ആരെങ്കിലും അദ്ദേഹത്തെ സ്വാധീനിക്കുമെന്ന് തോന്നിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളയാളും ജിബ്രീൽ അലൈഹി സ്വലാമാണ്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ അദ്ദേഹം അനുസരിക്കുന്ന വേറൊരാളും ലോകത്തിൽ, അതാണ് മുത്താഇൻ. ബാക്കിയുള്ള എല്ലാ മാലാഖമാരും ഇദ്ദേഹത്തിൻ്റെ കൽപ്പനകളാണ് പറയുന്നതാണ് അനുസരിക്കുന്നത്. അതോടൊപ്പം വിശ്വസ്തനുമാണ്, അമീനുമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയ വഴി വളരെ സൂക്ഷ്മവും ഭദ്രവുമാണ് എന്ന് വ്യക്തമാക്കുക. ഖുർആനിൽ ഒന്നും ചോർച്ച സംഭവിക്കില്ല, ഖുർആനിൽ ഇല്ലാത്തതൊന്നും കൂട്ടിച്ചേർത്ത് വെക്കപ്പെടില്ല. അത്രത്തോളം ഭദ്രമായി ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നബിയിലേക്ക് എത്തിയ വഴിയാണ്. ഇനി അത് ജനങ്ങളിലേക്ക് എത്തണമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തുന്ന വഴിയാണ് ഇനി ശേഷം പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ സാഹിബുകും ബിമജ്നൂൻ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين. വമാ സാഹിബുക്കും ബിമജ്നൂൻ. സാഹിബ് എന്ന് പറഞ്ഞാൽ സാഹിബ്, കൂട്ടുകാരൻ, നിങ്ങളോടൊപ്പം സഹവസിക്കുന്നവൻ എന്നാണ് സാഹിബ്. അഹു എന്ന് പ്രവാചകന്മാരെ കുറിച്ച് ആ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരൻ, നിങ്ങൾക്ക് പ്രബോധനവുമായി വന്ന് നിങ്ങളുടെ സഹോദരനാണ് എന്ന് ഖുർആൻ പ്രവാചകന്മാരെ ആ സമൂഹത്തിലേക്ക് ചേർത്ത് വെച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇവിടെ സാഹിബ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ സ്വാഹിബ് എപ്പോഴാണ് ആകുന്നത് അല്ലെ? സഹധർമ്മിണിക്ക് സ്വാഹിബത്ത് എന്ന് ഖുർആൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഹിബത്ത് കാരണം എപ്പോഴും ഒരുമിച്ചുള്ളത്, കൂടെയുള്ളത് എന്ന അർത്ഥത്തിലാണല്ലോ. അപ്പോൾ ഒരാളോടൊപ്പം എപ്പോഴും, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം നിങ്ങളോടൊപ്പം ജീവിച്ച്, നിങ്ങളോടൊപ്പം വളർന്ന്, നിങ്ങളോടൊപ്പം കച്ചവടം നടത്തി,
നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും ഇടപെട്ട അതേ ആള് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആള് ഒമാ സാഹിബുക്കും, നിങ്ങളുടെ ആ സുഹൃത്ത് ആത്മമിത്രമല്ല. ആരല്ല? ബി മജ്നൂൻ, ഭ്രാന്തനല്ല. അപ്പൊ ഭ്രാന്ത് എന്ന് ജുനൂൻ എന്നുള്ള പദമാണ്. ജുനൂനാണ് ഭ്രാന്ത് എന്ന് പറയാം. അപ്പൊ ഭ്രാന്ത് എന്നവർ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഷാഇർ, സാഹിർ, മജ്നൂൻ എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. കവിയാണ്, നബി പറയുന്നതൊക്കെ കവിതയാണ്, നബി ഒരു ഇന്ദ്രജാലക്കാരനാണ്, അതുകൊണ്ടാണ് എല്ലാവരെയും വശീകരിച്ച് മായാജാലം നടത്തി വശീകരിച്ചെടുക്കുന്നത്, സാഹിറാണ്. ഇനി അതൊന്നുമല്ല, ഒരു മജ്നൂനാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവർ ജുനൂൻ ആരോപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ? 40 വർഷം അവർ നബിയിൽ നിന്നും കേട്ടിട്ടില്ലാത്ത ഒരു സംഗതി ഒരു പെട്ടെന്ന് നബിയിൽ നിന്നും കേൾക്കുന്നു. അപ്പൊ എന്തോ കുറെ അവ്യക്തമായ സംഗതികൾ ഇങ്ങനെ പറയുന്നു, പിച്ചുമ്പേയും പറയുന്നു. ഭ്രാന്തന്മാർ പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ആരോപണം ഉന്നയിക്കാനും ആക്ഷേപിക്കാനും തുടങ്ങി. അപ്പൊ ഖുർആൻ തന്നെ അത് എടുത്തു പറയുന്നു, ഒമാ സാഹിബുക്കും ബി മജ്നൂൻ, അദ്ദേഹം പിച്ചുമ്പേയും പറയുന്നതല്ല, അല്ലെങ്കിൽ ഭ്രാന്ത് പറയുന്നതല്ല, അല്ല എന്തോ പരിസരബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല, മറിച്ച് വലഖദ് റആഹു ബിൽ ഉഫഖിൽ മുബീൻ. വലഖദ് റആഹു, റആ കണ്ടു, ലഖദ് എന്ന് പറഞ്ഞാൽ മതിയായ ഫെയിലിന് മുമ്പിൽ ലഖദ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എന്നുള്ള ലാമ് എന്തായാലും മതിയായ ഫെയിലിന് മുമ്പിലെ ലാമും കൂടി ചേർന്ന് വരാറുള്ളൂ. ഖദ് മാത്രമാണെങ്കിലാണ് മാദിക്ക് മുദാരിന് മുമ്പിൽ വരാറുണ്ട്. ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. റആ കണ്ടു, ഹു അവനെ, ആര് കണ്ടു? ലഖദ് റആഹു, ആരെ കണ്ടു എന്നാണ് ഫായിലും മഫൂലും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടു. റആ കണ്ടു. ബിൽ ഉഫുഖിൽ മുബീൻ, ഉഫുഖ് ചക്രവാളം, മുബീൻ വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട് എന്ന് അള്ളാഹു സ്ഥാപിക്കുന്നതാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം? അദ്ദേഹത്തിന്റെ വിശ്വാസ്യത എത്രത്തോളമുണ്ട്? അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്? അപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹു അദ്ദേഹത്തിന്റെ കൈവശമാണ് നൽകിയത് എന്നതിൽ യാതൊരുവിധ ആശങ്കയും ആർക്കും വേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമാണോ അസത്യമാണോ ഭ്രാന്താണോ എന്ന് ജനങ്ങൾക്കിനി സംശയമുണ്ട് എങ്കിൽ, അവർക്ക് സംശയം കൊണ്ട് പറയുന്നതല്ല, ആരോപണം ഉന്നയിക്കുന്നതാണ്. ഇനി അഥവാ ഇനി സംശയമുണ്ട് എങ്കിൽ തന്നെ ഈ വിശേഷണങ്ങൾ നിരത്തിയ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. സൂറത്തുൻ നജ്മിലും അത് വിശദീകരിക്കുന്നുണ്ട്. കാബ കൗസൈനി ഔ അദ്ന എന്ന് പറയുന്നുണ്ട്. കാബ കൗസൈനി ഔ അദ്ന, 2 വില്ലുകളുടെ അകലത്തിൽ വെച്ച് എന്നാണ് അവിടെ. 2 വില്ലുകളുടെ അകലം, അല്ലെങ്കിൽ അതിനേക്കാളും അടുത്ത് എന്നാണ്. 2 മുഴം എന്നും അതിനർത്ഥം കൊടുക്കുന്നവരുണ്ട്. അപ്പൊ 2 മുഴമോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ അളവിലോ വെച്ചിട്ട് നേർക്ക് നേരെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ മുന്നിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദർശിച്ചു, കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ തന്നെ ഈ വിവരം പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണോ അള്ളാഹ് സൃഷ്ടിച്ചത് ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ചിറകുകൾ 600 ചിറകുകൾ ഉണ്ടായിരുന്നു. അതിൽ ഓരോ ചിറകും ഈ പറഞ്ഞ ഒരു ചക്രവാളത്തെ മുഴുവൻ മറഞ്ഞു നിൽക്കുന്ന വിധം വലിപ്പമുള്ളതായിരുന്നു ഓരോ ചിറകിനും. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ആകാരം തന്നെ ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം വലിപ്പത്തിൽ നേർക്ക് നേരെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. അതല്ലാതെ മനുഷ്യരൂപത്തിലും ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. മേറാജിൽ കൊണ്ടുപോയതും യഥാർത്ഥ രൂപത്തിലായിരുന്നു അല്ലയോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോഴും നേർക്ക് നേരെ കണ്ടത് തന്നെയാണ്. ഇത് 2-3 പ്രാവശ്യമാണ് പറയപ്പെടുന്നത്. 3 പ്രാവശ്യമാണ് യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നബി കണ്ടത്. അപ്പൊ ഇത് തൊട്ടടുത്തതാണ്. 2 മുഴം അകലത്തിൽ നിന്നുകൊണ്ട് നേർക്ക് നേരെ കണ്ടു. ആ കണ്ടു എന്ന് ഉറപ്പിച്ചു പറയുന്നതിന്റെ കാരണം എന്താ?
ലഖദ് റആഹു ബിൽ ഉഫഖിൽ മുബീൻ എന്ന് വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് 2 മുഴം അകലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ 2 വില്ലിൻ്റെ അകലത്തിൽ നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദർശിച്ചിട്ടുണ്ട്. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്നും അള്ളാഹു നൽകിയ വചനങ്ങൾ കൈമാറിയിട്ടുണ്ട്, നബി ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതാണ് ജനങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചു കൊടുക്കുന്നത്. അതല്ലാതെ നബി ഭ്രാന്ത് പറയുന്നതല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഈ വചനങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ അത്രത്തോളം സൂക്ഷ്മമായ വഴികളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയത്, ഏതെങ്കിലും വഴിയിലൂടെ അല്ല. വമാ സാഹിബുക്കും ബി മജ്നൂൻ വലഖദ് റആഹു ബിൽ ഉഫഖിൽ മുബീൻ, വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് അദ്ദേഹം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, വമാ ഹുവ അലൽ ഗൈബ്, ഗൈബ് അദൃശ്യമായ കാര്യങ്ങളിൽ അദ്ദേഹം ബിളനീൻ അല്ല, ലനീൻ, ലന്ന ബി എന്നാണ്. ലന്ന എന്ന് വെച്ചാൽ ലോയുണ്ട്, ലന്ന വിചാരിക്കുക എന്നാണ് അർത്ഥം. ഇത് സാദ് ലാദാണ്, ലാദ് പിശുക്ക് കാട്ടുക എന്നാണ്. അപ്പൊ അദൃശ്യ കാര്യങ്ങളിൽ പിശുക്ക് കാട്ടുന്നവനല്ല അദ്ദേഹം. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദൃശ്യ കാര്യങ്ങളിൽ പിശുക്ക് കാട്ടുന്നവനല്ല അദ്ദേഹം. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ, അറിയിച്ചു കൊടുത്ത വഹിയിൽ നിന്നും ഒന്നുപോലും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാതെ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറച്ചു വെച്ചിട്ടില്ല. അത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു പുതിയ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ, വഹി ലഭിച്ചു കഴിഞ്ഞാൽ എത്ര വേഗത്തിൽ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ അത്രയും വേഗത്തിൽ എത്തിച്ചു കൊടുക്കാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിരുന്നത് എന്നാണ്. നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ വിശദീകരണം പോലും പറയാറുണ്ടല്ലോ. ലൈലത്തുൽ ഖദർ ഏത് രാവിലാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ അറിയിച്ചു കൊടുത്ത അറിവ് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. പക്ഷെ വഴിയിൽ 2 പേർ തമ്മിൽ കലഹിക്കുന്നത് കണ്ടു, തർക്കിക്കുന്നത് കൊണ്ടു. അപ്പൊ അതും പരിഹരിക്കണമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്കിടയിൽ കൂടിയപ്പോൾ അള്ളാഹു ആ അറിയിച്ചു കൊടുത്തതിനെ മറപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് നിർണിത ദിനം ലൈലത്തുൽ ഖദറിൻ്റെതായിട്ട് ഹദീസുകളിൽ കാണാത്തത്, ഒരു നിർണിത ദിനം ഇല്ലാത്തത്. ആ നിർണിത ദിനം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ ഒരു ദിവസത്തിൽ മാത്രം ജനങ്ങൾ ഇബാദത്തുകളുമായി ചടഞ്ഞുകൂടുകയും മറ്റു ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യും എന്നുകൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അറിവ് കിട്ടിയാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അവരുടെ പരലോകമോക്ഷത്തിന് ഉപകാരപ്പെടുന്ന ഏതൊരു ഇൽമും ജനങ്ങൾക്ക് അപ്പോൾ എത്തിച്ചു കൊടുക്കുക എന്നതിൽ ധൃതി കാണിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൽപ്പം പോലും ലനീൻ ആയിരുന്നില്ല, അഥവാ പിശുക്കൻ ആയിരുന്നില്ല. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം. ഇതും ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൈശാചികമായ എന്തോ ചില വർത്തമാനങ്ങൾ പറയുന്നു. അസാത്തീറുൽ അവ്വലീൻ എന്ന് മുമ്പ് പറഞ്ഞല്ലോ, പഴംപുരാണങ്ങളിൽ നിന്നും എന്തൊക്കെയോ വിശദീകരിക്കുന്നതാണ്. ജിന്നുകൾ, പിശാചുക്കൾ എന്തൊക്കെയോ ചിലത് മനസ്സിലിട്ട് കൊടുക്കുകയും എന്നിട്ട് അതിങ്ങനെ പിച്ചുമ്പേയും പറയുന്നതാണ് എന്നൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതാണ് വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം. ഇത് ആ ശപിക്കപ്പെട്ട പിശാചിന്റെ വചനവും അല്ല, ഇത് പിശാചിട്ട് കൊടുത്തതല്ല, പിശാച് നബിക്ക് അറിയിച്ചു കൊടുത്ത വർത്തമാനങ്ങൾ പറയുന്നതല്ല. അതിന് ഖുറാനിക ആയത്തുകൾ തന്നെ തെളിവാണ്. ഇനി ഒരു പിശാചിന്റെ വചനമാണ് എന്ന് ഒരാൾ വാദിച്ചു കഴിഞ്ഞാലോ, പിശാച് എന്തായിരിക്കും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക? ആ തെറ്റിലേക്കായിരിക്കും പ്രോത്സാഹിപ്പിക്കുക. പരലോകമോക്ഷത്തിന് വേണ്ടിയോ പരലോക രക്ഷയ്ക്ക് വേണ്ടിയോ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയോ അങ്ങനെയൊന്നും പിശാച് ജനങ്ങളെ പ്രേരിപ്പിക്കാറില്ല. പ്രേരിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് കേട്ടോ. അത് അതിനേക്കാളും വലിയ തിന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നിസ്കരിക്കാൻ പറയും. പിശാച് എന്നെ ഒരാളെ കൊണ്ട് നിസ്കരിപ്പിക്കും, ഒരിക്കലും നിസ്കരിക്കാത്ത ആളെ നിസ്കരിപ്പിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ തിന്മയിലേക്ക് കൊണ്ടുപോയിടാൻ വേണ്ടി നന്മ കൽപ്പിക്കലും ചെയ്യാറുണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ പൊതുവെ പൈശാചിക പ്രവണതയുള്ളവർ, ജിന്നുവർഗത്തിലോ മനുഷ്യവർഗത്തിലോ പെട്ട ആളുകൾ ജനങ്ങൾക്ക് നന്മ പ്രോത്സാഹിപ്പിക്കാനോ നന്മ കൽപ്പിക്കാനോ സാധ്യതയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് അറിയിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും എന്താണ്?
അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും രാത്രിയിൽ ദീർഘനേരം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുവാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും അല്ലേ, അങ്ങനെ തുടങ്ങി കുറേ നന്മകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം നന്മകൾ എന്തായാലും ഒരു പിശാചിൻ്റെ വാക്കിൽ നിന്നോ നാവിൽ നിന്നോ വീഴുന്നതല്ല, അത് ഒരു ദൈവികമായ കൽപ്പനയാണ് എന്ന് അതിൽ നിന്ന് തന്നെ ബോധ്യമാകും. അതാണ് വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം, ഇതൊരു പൈശാചികമായ വർത്തമാനമല്ല, ശപിക്കപ്പെട്ട പിശാചിന്റെ വചനവും അല്ല. ഫഅൈന തദ്ഹബൂൻ, ഫഅൈന തദ്ഹബൂൻ, എന്നിട്ടും നിങ്ങൾ ഇത് എങ്ങോട്ടാണ് ഈ പോണത്? എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? എങ്ങോട്ടാണ് ആ പോകുന്നതെന്ന് ചോദിക്കാൻ കാരണം എന്താ? എന്ന് വെച്ചാൽ വളരെ കൃത്യമുള്ള ഖുർആൻ വന്ന വഴി വളരെ കൃത്യമാണ്. നിങ്ങളിനി എത്രയൊക്കെ ഗവേഷണം നടത്തിയാലും ഖുർആൻ വന്ന വഴി, നാമൂസ് ആരാണ് എന്ന് അവർക്കറിയാം, മൂസയ്ക്ക് വന്ന മാലാഖ ആരാണ് എന്ന് അവർക്കറിയാം, ഈസാ നബി അലൈഹി ഇസ്ലാമിന് വന്ന മാലാഖ ആരാണ് എന്ന് അവർക്കറിയാം. അതേ മാലാഖയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്ന മാലാഖയ്ക്കും ഉണ്ടായിരുന്നത് എന്ന് ജൂത ക്രൈസ്തവ പുരോഹിതന്മാർക്കൊക്കെ ബോധ്യപ്പെട്ടതുമാണ്, അവർക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു ആരാണ് എന്നറിയാം. അപ്പോൾ തൗഹീദ് എന്താണെന്ന് അവർക്ക് ബോധ്യമുണ്ട്, ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ ഇതിന് വിരുദ്ധമാണോ എന്നൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അറബികൾക്ക് പ്രത്യേകിച്ചും, ഇനി ജൂതർക്കും ക്രൈസ്തവർക്കും ആണെങ്കിൽ അവർക്കും ഒരു മക്കയിൽ അധികം ഇല്ലെങ്കിൽ പോലും അപ്പോൾ അവർക്കും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചോ ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇത്രയും സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിനെ ഇതൊരു ഭ്രാന്തന്റെ വചനമാണ്, ഇതൊരു പൈശാചികമായ വചനമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ട് ഫഅൈന തദ്ഹബൂൻ, അങ്ങനെ നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പം നിങ്ങളുടെ സഞ്ചാരം നേർവഴിയിലേക്കാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്നാണ് അവരോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഈ ഖുർആൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ആ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ ഒന്നിലേക്ക് നിർബന്ധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വചനങ്ങൾ, വഹീ മുഖേന നിങ്ങളോട് പറയുന്ന വചനങ്ങളിലൂടെ നിങ്ങളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല, ഇജ്ബാറില്ല, ഇക്റാഹില്ല, ഒന്നിനും നിർബന്ധിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഒരു തിന്മ പ്രോത്സാഹിപ്പിക്കുകയോ തിന്മ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ആളുകളെ ആക്രമിക്കാനും മർദ്ദിക്കുവാനും പ്രേരിപ്പിക്കുന്നില്ല, അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ എന്നിട്ടും നിങ്ങൾ ഇതിനെ അകറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ ഇൻഹു ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് സർവ്വലോക ജനങ്ങൾക്ക് വേണ്ടിയുള്ള ദിക്ർ മാത്രമാണ്, ഉത്ബോധനം മാത്രമാണ്. എന്നുവെച്ചാൽ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കേൾക്കാം, കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് അവരുടെ വഴിയെ പോകാം. അതാണുള്ള ഉത്ബോധനം എന്ന് പറയുന്നത്. ഒരു ഉത്ബോധനം നടത്തിയാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേൾക്കാം, കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് അവർക്ക് അവരുടെ വഴിയെ സഞ്ചരിക്കാം, അവരുടെ വഴിയെ പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഹു ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. പക്ഷേ ഈ ഉത്ബോധനം അള്ളാഹ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ പേർക്കല്ല, ഏതെങ്കിലും ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടി മാത്രമല്ല, ലിൽ ആലമീനാണ്, സർവ്വലോക ജനങ്ങൾക്കുമാണ്. ഭൂമിയിൽ ആരൊക്കെ ജനിച്ചു വീഴുന്നുണ്ടോ അവർക്കൊക്കെയും ഉത്ബോധനം ഈ പരിശുദ്ധ ഖുർആനിലുണ്ട്, അവർക്കുള്ള സന്മാർഗം ഖുർആനിലുണ്ട്. പക്ഷെ അത് നല്ല മനസ്സോടുകൂടി ഏറ്റെടുക്കാൻ അവർ സന്നദ്ധരാകണം എന്ന് മാത്രം. അപ്പൊ നല്ല മനസ്സോടുകൂടി ഉത്ബോധനം ഏറ്റെടുക്കാൻ സന്നദ്ധതയുള്ള എല്ലാവർക്കും ഈ പരിശുദ്ധ ഖുർആനിൽ ദിക്റുണ്ട്. ഇൻഹുവ ഇല്ലാ ദിക്ർ ലിൽ ആലമീൻ, സർവ്വലോക ജനങ്ങൾക്കും വേണ്ടിയുള്ള ദിക്ർ മാത്രമാണ് ഈ പരിശുദ്ധ ഖുർആൻ. എന്നാൽ എല്ലാവർക്കും ആ ഉത്ബോധനം ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഏറ്റെടുക്കാനോ ഉള്ള ഭാഗ്യം ലഭിക്കുമോ? ഭാഗ്യം ലഭിക്കുമോ എന്ന് ചോദിച്ചാലോ എല്ലാവർക്കും കിട്ടോ? ലിമൻ ഷാഅ മിൻകും അൻ യസ്തഖീം, ലിമൻ ഷാഅ മിൻകും അൻ യസ്തഖീം, ഷാഅ ഉദ്ദേശിക്കുക, ലിമൻ ഷാഅ ഉദ്ദേശിക്കുന്നവർക്ക്, ഉദ്ദേശിക്കുന്നവർക്കുള്ള ഉത്ബോധനം. എങ്ങനെ എന്തുദ്ദേശിക്കണം? ലിമൻ ഷാഅ മിൻകും, നിങ്ങളിൽ നിന്നും, ഉദ്ദേശിക്കുന്നവർക്ക്. എന്തുദ്ദേശിക്കുന്നവർക്ക്? അൻ യസ്തഖീം,
ഇസ്തിഖാമത്ത്, മുസ്തഖീം എന്നൊക്കെ പറയാം. അപ്പൊ നേർവഴി പ്രാപിക്കാൻ നിങ്ങളിൽ നിന്നും ആരാണോ ഉദ്ദേശിക്കുന്നത് അവനുള്ള ദിക്ർ മാത്രമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അവിടെ ഇസ്തിഖാമത്താണ് പ്രയോഗിച്ചത്. ഇസ്തിഖാമത്ത് നമ്മൾ മുസ്തഖീം പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. മുസ്തഖീം നേരെ ചൊവ്വേ നിൽക്കുക. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുമ്മസ്തഖീം എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ താങ്കളോട് ചോദിച്ചാലല്ലാതെ വേറൊരാളിൽ നിന്നും കിട്ടാത്ത, താങ്കളിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഉപദേശം അതെനിക്ക് നൽകണം എന്നൊരു സ്വഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ചോദിക്കുന്ന താങ്കളിൽ നിന്ന് മാത്രമേ എനിക്ക് ആ ഉപദേശം കിട്ടുള്ളൂ, വേറൊരാളിൽ നിന്നും കിട്ടില്ല. അപ്പോഴാണ് നബി പറഞ്ഞ, കുൽ ആമൻതു ബില്ലാ, നീ പറയുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക, ആമൻതു ബില്ലാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മസ്തഖിം, എന്നിട്ട് നീ അതിൽ ഇസ്തിഖാമത്ത് പുലർത്തണം. ഇപ്പൊ എന്താണ് അവിടെ ഇസ്തിഖാമത്ത്? അപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്ന് നീ പ്രഖ്യാപിക്കണം, എന്നിട്ട് ഞാൻ മുസ്തഖീമായി എന്ന് നീ പറയണം എന്നല്ല പറഞ്ഞ. സുമ്മസ്തഖിം, എന്നിട്ട് നീ അവിടെ ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളണം എന്നാണ് പറഞ്ഞത്. അതെ, അപ്പോ അവിടെ ഉറച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടാകണം എന്നാണ്. ഉറച്ചു നിൽക്കണം. ഈമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിൻ്റെ ആ മാർഗത്തിൽ നിലയുറപ്പിക്കാൻ, നേരെ നിൽക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമ്പോഴാണ് അവിടെ ഇസ്തിഖാമത്താവുള്ളൂ. അങ്ങനെ നിൽക്കുന്ന മാർഗത്തിനാണ് സിറാത്ത് മുസ്തഖീം എന്ന് പറയുക, നേരായ വഴി, നേരായ പാത എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇസ്തിഖാമത്ത് ഉണ്ടാകണം. അപ്പം അങ്ങനെ നിലയുറപ്പിക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഉത്ബോധനമാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഉദ്ദേശിക്കാതെ ഖുർആൻ എത്രയൊക്കെ പാരായണം ചെയ്താലും പഠിച്ചാലും കിട്ടോ? ദിക്റാവോ? അവർക്ക് ദിക്റാവൂല, അവർക്കത് ദിക്റാവില്ല. പക്ഷെ ഖുർആൻ ദിക്റാണ്. പക്ഷെ ഇവർക്ക് അതിനെ മനസ്സിലാക്കണം, ഇസ്തിഖാമത്തോടു കൂടി നിലയുറപ്പിക്കണമെന്ന് ആഗ്രഹിക്കാതെയാണ് ഖുർആൻ മനസ്സിലാക്കുന്നതെങ്കിൽ, പഠിക്കുന്നതെങ്കിൽ, വായിക്കുന്നതെങ്കിൽ, പാരായണം ചെയ്യുന്നതെങ്കിൽ അവർക്കതൊരു വായനാ ഗ്രന്ഥം അല്ലെങ്കിൽ പഠന ഗ്രന്ഥം, പാരായണ ഗ്രന്ഥം മാത്രമാകും. അവർക്കതൊരു ഉത്ബോധനമാകില്ല. ഉത്ബോധനമായി തീർന്നാൽ അവർക്ക് മാറാൻ കഴിയണം, അല്ലെ? ചേഞ്ച് വരണം. ജീവിതത്തിൽ ചേഞ്ച് വന്നാലാണ് അത് ഉത്ബോധനമാവുള്ളൂ. ഇതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം എല്ലാ വ്യാഴാഴ്ചയും പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് നസീഹത്ത് കൊടുക്കുമായിരുന്നു എന്നാണ്. ഇടയ്ക്കൊക്കെ വ്യാഴാഴ്ചകളിൽ, ആഴ്ചയിൽ ഒരിക്കലൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് നസീഹത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉത്ബോധന ഉപദേശം ഇങ്ങനെ കേട്ട് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, താങ്കൾ എല്ലാ ദിവസവും ഇങ്ങനെ നസീഹത്ത് നൽകണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും നല്ല നസീഹത്താണ്, അപ്പോൾ എല്ലാ ദിവസവും കിട്ടിയാൽ കുറച്ചൊക്കെ ഒരു ഈമാൻ തോന്നുമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ സആബത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മടുപ്പ് ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുത്തത്. മടുപ്പുണ്ടാക്കുമോ എന്ന്. എന്തുകൊണ്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും ഖുതുബ ഇല്ലാതെ വെള്ളിയാഴ്ച മാത്രം ഖുതുബയായി വെച്ചാലോ? ഒരാഴ്ചയിലേക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വസിയത്തുകളും തഖ്വാബോധവും ഒക്കെ വെള്ളിയാഴ്ചയിലെ ജുമായിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഖുതുബ അതിനാണ്. ഓരോ ആഴ്ചയിലും മനുഷ്യർക്ക് ഉത്ബോധനങ്ങൾ നൽകുകയും അതിലൂടെ മാറ്റങ്ങൾ സാധ്യമാവുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ടാവും? കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് മടുപ്പ് കൂടുമെന്നാണല്ലോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കൂടുതൽ ഉത്ബോധനങ്ങൾ കിട്ടിയാൽ ചിലപ്പോൾ കൂടുതൽ മടുപ്പ് കൂടും. അപ്പോൾ ഉത്ബോധനങ്ങൾ കുറയ്ക്കേണ്ടി വരും, അല്ലേ? ഉത്ബോധനങ്ങൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഉത്ബോധനമായി ഏറ്റെടുക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്? ഇസ്തിഖാമത്തോടുകൂടി നിലയുറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധ ഖുർആനിനെ ഒരു ഉത്ബോധനമായി ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഉത്ബോധനമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ലക്ഷ്യം വേണം അത് പഠിക്കുന്ന വായിക്കുന്ന ആളുകൾക്ക്. ഇനി അങ്ങനെ അത് പഠിക്കുന്നയാൾ അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് അയാൾ നേരെയാവോ? ആണല്ലോ, പഠിക്കുന്നയാള് അങ്ങനെ തീരുമാനിച്ചിട്ടാണ്. ഒമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത്. ഒമാ തശാഊന ഖദറുമായി ബന്ധപ്പെട്ട ആയത്താണത്. ഒമാ തശാഊന, ഇനി നിങ്ങൾ ഉദ്ദേശിക്കില്ല,
ഇല്ലാ അയ്യഷാ അല്ല ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാനും കഴിയില്ല. റബ്ബുൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന് ഏതൊരു സംഗതി മനുഷ്യൻ ഉദ്ദേശിച്ചാലും ആഗ്രഹിച്ചാലും അത് നടപ്പിലാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ആണ് എന്ന് ചുരുക്കം. അപ്പോൾ എല്ലാം പിന്നെ അള്ളാഹുവിലേക്ക് ഇങ്ങോട്ട് അതിൻ്റെ പാവഭാരവും തെറ്റും എല്ലാം പടച്ചവൻ തീരുമാനിച്ചതന്നല്ലേ എന്ന് ഇങ്ങനെ എറിഞ്ഞു കളയാനും കഴിയില്ല. കാരണം മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിരുന്നുവെങ്കിലുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? മനുഷ്യരുടെ ഇച്ഛകൾക്കനുസരിച്ച് എന്തും നടക്കട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ച് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ ഫലസ്തീൻ ബാക്കി ഉണ്ടാവില്ല. ഇപ്പോഴും ആ തുടങ്ങി ഒന്നാം ദിവസം തന്നെ നാമാവശേഷമാകുമായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ചിലപ്പോൾ ബാക്കി ഉണ്ടാവുമായിരുന്നില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ബാക്കി ഉണ്ടാവുമായിരുന്നോ? അങ്ങനെ അവർ തീരുമാനിക്കുന്നത് അങ്ങനെ തന്നെ നടപ്പിലാക്കുമെന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നീ എന്ത് തീരുമാനിക്കുന്നു അത് നടക്കും എന്നൊരു ഓർഡർ പുറപ്പെടുവിച്ചിരുന്നെങ്കിലോ അള്ളാഹു, ദുനിയാവിന്റെ അവസ്ഥ എന്തുമായിരുന്നു? അപ്പോൾ ഓരോരുത്തരും തിന്മ ചെയ്യുന്നവർ അവരുടെ തിന്മയ്ക്കനുസരിച്ച് പ്രപഞ്ചത്തിന്റെ കോലം തന്നെ ആകെ മാറി മറിയുമായിരുന്നു. അപ്പൊ ധിക്കാരിയായാലും വിശ്വാസിയായാലും അവർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഗതി അള്ളാഹു കൂടി ഉദ്ദേശിച്ചാലാണ് അത് നടപ്പിലാവുള്ളൂ. അള്ളാഹു കൂടി ഉദ്ദേശിക്കണം. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അടുക്കണം. നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നടപ്പിലാകുന്നതിന് അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. ഖുദ്സിയായ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നോട് നടന്നെടുത്താൽ ഞാൻ നിങ്ങളോട് ഓടിയെടുക്കും, നിങ്ങളൊരു ചാണെടുത്താൽ ഞാൻ നിങ്ങളോട് ഒരു മുഴം എടുക്കും. മുഴം തന്നെയല്ലേ കൂടുതൽ? ഒരു മുഴം എടുക്കും. അപ്പൊ നിങ്ങൾ അല്പം എന്നോട് അടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കൂടുതൽ അടുക്കും. അങ്ങനെ കൂടുതൽ അടുത്തു കഴിഞ്ഞാലോ, കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ഞാനായി മാറും എന്നാണ് ഹദീസിൽ പറയുന്നത്. നീ പിടിക്കുന്ന കൈയും നീ കേൾക്കുന്ന കാതും നീ കാണുന്ന കണ്ണും നീ സംസാരിക്കുന്ന നാവും നീ നടക്കുന്ന കാലും ഒക്കെ ഞാനാകും എന്നുവെച്ചാൽ അള്ളാഹു ആകും. അപ്പൊ അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന്റെ കാത്, അള്ളാഹുവിന്റെ നാക്ക്, അള്ളാഹുവിന്റെ കാല് എന്ന് പറയുമ്പോൾ അള്ളാഹു തീരുമാനിക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഈ അവയവങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ ചെയ്യാൻ നിൽക്കോ? ചെയ്യില്ല. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകണം. അതിനുള്ള വഴി അള്ളാഹു നിർദ്ദേശിച്ചത് എന്തായിരുന്നു? ആ ഹദീസിലെ നിങ്ങൾ ഫർളുകൾ കൃത്യമായി നിർവഹിക്കണം എന്നാണോ? എന്നല്ല, ഫർള് നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ മുസ്ലിം ആവൂലല്ലോ. മുസ്ലിം ആണെങ്കിൽ ഫർള് എന്തായാലും നിർവഹിച്ചേ പറ്റൂ. ഫർളുകൾ നിങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതോടൊപ്പം നവാഫിലുകൾ, സുന്നത്ത് കർമ്മങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം എന്നതാണ് ഈ പദവിയിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയായി ആ ഖുദ്സിയായ ഹദീസിലൂടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ പദവിയിൽ എത്തിപ്പെടാൻ എല്ലാവർക്കും കഴിയണമെങ്കിൽ ഫർളുകളോടൊപ്പം നവാഫിലുകൾ, സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും സദക്കകളും ഒക്കെ അധികരിപ്പിക്കുമ്പോൾ ആ പദവിയിലേക്ക് എത്തും. അങ്ങനെ ആ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അള്ളാഹു നടത്തിത്തരും, അള്ളാഹു ഉദ്ദേശിക്കും. അതാണ്, നീ എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ നിന്റെ പാപം പുറത്തു തരും, അഭയം തേടിയാൽ ഞാൻ അഭയം നൽകും, നീ എന്ത് ചോദിച്ചാലും ഞാനത് നൽകും എന്ന് തന്നെയാണ് ആ ഹദീസിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഒമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന്, ഇതൊക്കെ ഖദറാണല്ലോ, ഒക്കെ അല്ലാഹു തീരുമാനിച്ചതാണല്ലോ. ഇതൊക്കെ നടക്കുന്നതും ഞാൻ തെറ്റ് ചെയ്യുന്നതും ഞാൻ മോഷ്ടിക്കുന്നതും ഞാൻ അവിശ്വാസിയായതും ഒക്കെ നേരത്തെ തീരുമാനിച്ചതാണല്ലോ എന്ന് പറഞ്ഞെല്ലാം അള്ളാഹിന്റെ മേൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കെട്ടിവെക്കാൻ പറ്റുന്നതുമല്ല. കാരണം ഇതിനെക്കുറിച്ച് ചിന്തിച്ചൊരു ലക്ഷ്യത്തിലേക്ക്, ഒരു പോയിന്റിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധി മനുഷ്യന് പരിമിതമായതുകൊണ്ടുകൂടിയാണ് മനുഷ്യൻ അതിൽ കിടന്ന് ഇങ്ങനെ നട്ടം തിരി. ഒരുപാട് പേർ അവിശ്വാസികളാകാനും ഒരുപാട് പേർ നിരീശ്വരവാദികളാകാനും ഇതുപോലുള്ള ചില ആയത്തുകൾ പോലും കാരണമായിട്ടുണ്ട്. അത് ചിന്ത ആ രൂപത്തിലേക്ക് എത്തിപ്പെടാത്തത് കൊണ്ടാണ് എന്ന് ചിന്ത. അപ്പൊ അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയിട്ടുണ്ട്, അവസരങ്ങൾ നൽകിയിട്ടുണ്ട്, നേർവഴി കാണിച്ചു നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കാണിച്ചു നൽകി ദൂതന്മാരെയും കൂടെ പറഞ്ഞയച്ച് വേദഗ്രന്ഥവും നൽകിയതിന് ശേഷമാണ് ഈ സംഗതികളൊക്കെ അള്ളാഹു പറയുന്ന അള്ളാഹു റബ്ബുൽ ആലമീൻ. ഇപ്പൊ നേർവഴി പ്രാപിക്കാനുള്ള അവസരങ്ങൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്.
അപ്പൊ അള്ളാഹു നമ്മുടെ തീരുമാനവും നമ്മുടെ ആഗ്രഹവും അള്ളാഹുവിൻ്റെ ആഗ്രഹവുമായി ചേർന്ന് നിൽക്കാൻ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിലയുറപ്പിക്കുക എന്നുള്ള തലത്തിലേക്ക് ആക്കി മാറ്റണം. അങ്ങനെ ആക്കി മാറ്റുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ ആയത്തുകളും പാരായണം ചെയ്യുന്ന ഖുർആനിലെ ഓരോ ആയത്തുകളും നമുക്ക് തന്നെ ഒരു ഉത്ബോധനമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ ഉത്ബോധനമാക്കി മാറ്റിയാലാണ് ഈ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈശാചിക വചനമാണ് എന്നും അല്ലെങ്കിൽ എന്തോ ഭ്രാന്ത് വർത്തമാനങ്ങൾ പറയുന്നതാണ് എന്നും അല്ലെങ്കിൽ ജബ്ബാർ മാഷ് പറയുന്നത് പോലെ അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇതിൽ നിന്നും തെന്നി മാറാനും വ്യതിചലിക്കുവാനുമായിരിക്കും അങ്ങനെയായിരിക്കും മനുഷ്യന് കഴിയുക. അപ്പം അതുകൊണ്ട് നേർവഴിയിലൂടെ വരിക, അള്ളാഹു ഇസ്തിഖാമത്തോടു കൂടി നിലയുറപ്പിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി തീരുമാനത്തോടു കൂടി പരിശുദ്ധ ഖുർആനെ ഒരു ഉത്ബോധനമായി ഏറ്റെടുക്കുക എന്നതാണ് അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഉത്ബോധനം വന്ന വഴിയും അതിൻ്റെ വിശ്വാസ്യതയും അതിൻ്റെ സൂക്ഷ്മതയും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് അവസാനം ഖുർആൻ ദിക്റാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഏറ്റെടുക്കാൻ എല്ലാ മനുഷ്യരും ബാധ്യസ്ഥരാണ് എന്നാണ്. അതിനെ തള്ളിക്കളയാൻ എത്രയൊക്കെ ഗവേഷണം നടത്തിയാലും മനുഷ്യന് കഴിയില്ല. ഒരു നല്ല ലക്ഷ്യത്തിലാണ് ആ പഠനം ഗവേഷണം നടത്തുന്നതെങ്കിൽ ഖുർആനിൻ്റെ ഈ സത്യസന്ധതയെയും വിശ്വസ്തതയെയും അതിൻ്റെ ദൈവീകതയെയും തള്ളിക്കളയാൻ ഒരു മനുഷ്യനും കഴിയില്ല, അത് സത്യസന്ധതയോടുകൂടി അതിനെ സമീപിച്ചാൽ. ഇത്രയുമാണ് സൂറത്ത് തക്വീറിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടെ അർത്ഥം പറയാം. ഒമാ സാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല. വലഖദ് റആഹു ബിൽ ഉഫഖിൽ മുബീൻ, വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അഥവാ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ചക്രവാളം ആകാശത്തിൽ ആരോഹണത്തിന്റെ സന്ദർഭത്തിലാണ് സൂറത്ത് നജ്മിൽ ആ സന്ദർഭമൊക്കെയാണ് പറയുന്നത്. ആകാശാരോഹണത്തിന്റെ സന്ദർഭത്തിലായിരിക്കും, ഇസ്രാ മിഅ്റാജിന്റെ. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദൃശ്യമായ കാര്യങ്ങളൊന്നും പിശുക്ക് കാട്ടി മറച്ചു വെക്കുന്നവനല്ല അദ്ദേഹം, എല്ലാം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നവനാണ്. വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം, ഇതൊരു ശപിക്കപ്പെട്ട പിശാചിന്റെ വചനവുമല്ല. ഫഅൈന തദ്ഹബൂൻ, എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് സർവ്വലോക ജനതയ്ക്കുമായിട്ടുള്ള ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. ലിമൻ ഷാഅ മിൻകും അയ്യസ്തഖീം, നിങ്ങളിൽ നിന്നും നേർവഴി പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഉത്ബോധനം. അഥവാ ഒമാ തശാഊന, എന്നാൽ നിങ്ങളും ഉദ്ദേശിക്കുകയില്ല, ഇല്ലാ യശാ അല്ലാഹ് റബ്ബുൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കും നേർവഴി പ്രാപിക്കാൻ ഉദ്ദേശിക്കാൻ കഴിയില്ല.